ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില പാഠങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, മനുഷ്യൻ്റെ വിശ്വസ്തത എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. ആ സ്വഭാവം പരിശുദ്ധാത്മാവിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവരിൽ നിന്ന് ഈ സ്വഭാവം വെളിപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സ്വഭാവം ഒരു മനുഷ്യനിൽ സ്ഥിരമായി നിന്നാൽ അത് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് ദൈവം കണക്കൂട്ടുന്നു. അങ്ങനെ നല്ല ഫലം ദൈവം അതിൽ നിന്ന് അനുഭവിപ്പാൻ ഇടയായി തീർന്നാൽ അവനും ആ മനുഷ്യനും അവൻ്റെ തലമുറയും എന്നേക്കും നിത്യതയിലും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വസ്തത എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വിശ്വസ്തത എങ്ങനെയായിരിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം വിശ്വസനെന്ന് പറയുന്നത്, എങ്ങനെയാണ് അവൻ്റെ വിശ്വസ്തത വെളിപ്പെടുന്നത് മുതലായ കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളായി ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്ക് വീണ്ടും മനുഷ്യൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ഒരു ഭാഗവും കൂടി ചിന്തിക്കുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യന് രഹസ്യമുണ്ട്, മനുഷ്യന് രഹസ്യ പാപമുണ്ട്, മനുഷ്യന് ലജ്ജാകരമായ രഹസ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു രഹസ്യമുണ്ട്. എന്നാൽ ആ രഹസ്യം അതങ്ങനെ രഹസ്യമായിട്ട് മറച്ചു വെച്ച് ഒടുവിൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യരുടെ രഹസ്യങ്ങളെ കർത്താവിൻ്റെ ദിവസത്തിൽ ഈ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ദിവസം വരും. കാര്യങ്ങളൊന്നും മറഞ്ഞിരിക്കില്ല, എല്ലാം ഹൃദയത്തിലെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു മനുഷ്യനും ഹൃദയത്തിൽ തൻ്റെ രഹസ്യം മറച്ചു വയ്ക്കാതെ ദൈവത്തോട് ഏറ്റുപറയണം. മാത്രമല്ല, ഈ രഹസ്യം അവൻ്റെ ബലഹീനതയാണ്. അത് പുറത്തറിഞ്ഞാൽ അവൻ നാണക്കേടാണ്, അവന് അത് അപമാനമാണ്. ഇങ്ങനെയുള്ളവൻ ഈ രഹസ്യം മറച്ചു വെച്ച് അവൻ ആ രഹസ്യത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ ദൈവത്തോട് പാപം ചെയ്യുകയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് അവരവരുടേതായ ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ 90-ാം സങ്കീർത്തനം പറയുന്നത്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് പ്രകാരമാണ്. അവൻ്റെ ഹൃദയം, അവൻ്റെ ദേഹി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണാടിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അവൻ്റെ ഹൃദയം എന്ന കണ്ണാടിയിൽ സദാസമയം നോക്കിക്കൊണ്ടിരിക്കും. ഈ കണ്ണാടിയിൽ കാണുന്നത് എന്തായിരിക്കണം? ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ മാർവിലിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവപുത്രൻ ദൈവത്തിൻ്റെ മാർവിലിരിക്കുന്നു, മടിയിലിരിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നാലും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് ഈ പുത്രൻ? ഈ പുത്രനാണ് ക്രിസ്തുയേശു. ക്രിസ്തു ഈ പുത്രൻ്റെ രൂപമാണ്. ദൈവത്തിന് രൂപമില്ല, പുത്രന് രൂപമുണ്ട്. പുത്രൻ്റെ രൂപമാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വെള്ളോട്ടിന് സദൃശമായ കാല്, മുഖം സൂര്യനെ പോലെ, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, കണ്ണ് അഗ്നിജ്വാല മുതലായിട്ടുള്ള അടയാളങ്ങളോട് കൂടിയ ആളാണ് ദൈവപുത്രൻ. ഇങ്ങനെ ഈ ദൈവപുത്രൻ ഇരിക്കുന്നതാകട്ടെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ. ആത്മീയമായി നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പിതാവിൻ്റെ മടിയിലാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ്. നമ്മൾ സാധാരണ ഒരു മടി എന്ന് പറയുമ്പോൾ കാണുന്ന രൂപമോ ഭാവമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആണ് ദൈവപുത്രൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനെ കാണാം. അപ്പോൾ ദൈവപുത്രൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സ്വർഗത്തിൽ കാണാമെന്നർത്ഥം. ദൈവം ഇരിക്കുന്നത് എവിടെയാണ്? ദൈവപുത്രൻ ദൈവം ഇരിക്കുന്നത്, ദൈവം സ്വർഗത്തിലിരിക്കുന്നു, സ്വർഗാദി സ്വർഗത്തിൽ. സ്വർഗാദി സ്വർഗം ഇരിക്കുന്നത് എവിടെയാണ്? സിയോൻ പർവ്വതത്തിലാണ്. സിയോൻ പർവ്വതം എവിടെയാണ്? സ്വർഗീയ യെരൂശലേമിലിരിക്കുന്നു. അപ്പോൾ ഈ സ്വർഗീയ യെരൂശലേമിൽ, സിയോൻ പർവ്വതത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ദേഹി എന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കണം. ഇതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ദൈവം മനുഷ്യൻ പുറമേയുള്ളതിനെ നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ച്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ, ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവപുത്രൻ്റെ രൂപം അങ്ങനെ തന്നെ കാണാം. ഈ ഭൂമി മുഴുവനും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ, ഈ ഭൂമി മുഴുവൻ നിറയുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നോക്കുമ്പോൾ എവിടെയും തൻ്റെ പുത്രൻ്റെ പ്രതിരൂപമാണ് എവിടെയും കാണുന്നത്, പ്രതിഫലന. ഇതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു മനുഷ്യന് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ സകല കാര്യങ്ങളും നോക്കിക്കോളും. ഒരു മനുഷ്യൻ തനിക്ക് നോക്കാനൊരു കണ്ണാടി മേടിച്ചാൽ ആ കണ്ണാടിക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പിന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ കണ്ണാടി നിലനിൽക്കേണ്ടതും ആ കണ്ണാടിയുടെ പ്രവർത്തനത്തിൽ അതിനെ സംരക്ഷിക്കേണ്ടതുമായ ഉത്തരവാദിത്വം കണ്ണാടി മേടിച്ചവനാണ്. ഇതുപോലെ ദൈവപുത്രനെ പ്രകാശിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഹൃദയമുള്ള മനുഷ്യൻ മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിന് കൊള്ളാകുന്നതിനായി മാത്രം ജീവിച്ചാൽ മതി. ദൈവം അവൻ്റെ കാര്യങ്ങൾ സകലതും നടത്തിക്കൊള്ളും. അതുകൊണ്ടാണ് നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം നീതിമാന്മാരിൽ തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. ഒരിക്കലും ഇത് മാറില്ല. ദൈവത്തെ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കണം. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവപുത്രൻ പ്രകാശിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം. ഇത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഇത് നമ്മൾ ചിന്തിച്ചത് എന്തിനെന്നാൽ, ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുന്നത് മനുഷ്യന് ഹൃദയത്തിൽ ശത്രു രഹസ്യപാപങ്ങളെ കൊണ്ടുവരും. അതായത് ഇവൻ്റെ ഹൃദയത്തെ ഏത് വിധേനയെങ്കിലും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായ ദൈവപുത്രനെ പ്രതിഫലിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഈ കണ്ണാടിയിൽ ഏതെങ്കിലും അഴുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മൂടുപടം ഇടാൻ വേണ്ടി ശത്രു ശ്രമിക്കും. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ശ്രമമാണ് രഹസ്യപാപം. ആ വാക്യം 90-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. ഇങ്ങനെ രഹസ്യപാപങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന് കുറവ് വരും. ഈ രഹസ്യപാപങ്ങൾ പിന്നീട് വർദ്ധിച്ച് അവനെ കൊണ്ട് അവൻ്റെ സ്വമേധാ പാപത്തിൽ കൊണ്ടുപോയി, സ്വന്തം പാപത്തിൽ കൊണ്ടുപോയി അവനെ വീഴിക്കും. അങ്ങനെ വീഴിക്കുന്നതോടുകൂടി അവൻ്റെ ഹൃദയത്തിൽ ഒരു മൂടുപടം വീഴും. എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ മൂടുപടം വീഴും. കണ്ണാടിയിൽ മൂടുപടം വീണാൽ എന്താ കുഴപ്പം? നമ്മൾ കണ്ണാടി മേടിച്ച് ആയിരക്കണക്കിന് രൂപ വരെയുള്ള വലിയ ഗ്ലാസ്സൊക്കെ കൊണ്ടുള്ള വലിയ കണ്ണാടിയാണ്, ആറന്മുള കണ്ണാടിയാണെന്ന് ഇരിക്കട്ടെ. എത്ര വില കൂടിയ കണ്ണാടിയാണെങ്കിലും അതിന് പുറത്തേക്ക് കൊണ്ട് ഒരു പുതപ്പ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പുതപ്പായിരിക്കും. അല്ലാതെ കണ്ണാടിയിൽ പ്രതിഫലനം കാണൂല. ഇതാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. നമ്മൾ
2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മൂടുപടം, ആദാമ്യ മൂടുപടം പഴയ നിയമത്തിൽ നീങ്ങിയില്ല, നീങ്ങാൻ പറ്റില്ല. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, വിമോചനം ഭവിച്ചിട്ടല്ലാതെ മൂടുപടം നീക്കില്ല. ഈ മൂടുപടം ആദാമ്യ പാപത്തിൽ ശത്രു മനുഷ്യ ഹൃദയങ്ങളിൽ കൊണ്ടുപോയിട്ടതാണ്. അതുകൊണ്ട് ആദാമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും ഈ ദൈവപുത്രൻ്റെ പ്രതിഫലനം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടില്ല. കാരണം അതിൽ മൂടുപടം കിടക്കുന്നു, രഹസ്യപാപങ്ങൾ കിടക്കുന്നു. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. 3:16. യേശു വന്ന് പാപങ്ങളുടെ പരിഹാരം വരുത്തി സ്വന്തം രക്തത്താൽ വീണ്ടെടുപ്പ് സാധിപ്പിച്ചപ്പോൾ ഈ രക്തം തളിച്ച് വീണ്ടെടുപ്പ് നടന്ന ഹൃദയങ്ങളിൽ നിന്ന് മൂടുപടം നീങ്ങിപ്പോയി. ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. പുതിയ നിയമസഭയിലല്ലാതെ അബ്രഹാം പിതാവ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ, ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ്, ആരുടെ ഹൃദയത്തിൽ? ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവ്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ആ മൂടുപടം നീങ്ങി ദൈവപുത്രൻ്റെ പ്രതിഫലനം വന്നിരുന്നില്ല. കാരണം ഈ മൂടുപടം പാപപരിഹാര രക്തം തളിച്ച് അതിന് ആ പരിഹാരം വരുത്തുമ്പോൾ മാത്രമേ മൂടുപടം നീങ്ങിപ്പോകൂ. അതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടി മാത്രമേ നടക്കൂ. അതുകൊണ്ട് പുതിയ നിയമ സഭയുടെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ മൂടുപടം നീങ്ങുന്നുള്ളൂ. ഇത് നമ്മൾ ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രാരംഭമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം, കാര്യങ്ങൾ മാറിയതിന് ശേഷം, ഇന്ന് കർത്താവ് മൂടുപടം നീക്കി തന്നു. വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള വഴിയും നമുക്ക് കർത്താവ് നൽകി തന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മൂടുപടം നീങ്ങി എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഈ മൂടുപടം വീണ്ടും ആ പഴയ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ശത്രു സദാ ശ്രമിക്കുന്നതാണ് പിന്നെ നാം കാണുന്നത്. ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്ന് പറയുന്നത് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മനുഷ്യരുടെ എല്ലാ രഹസ്യങ്ങളെയും അന്ത്യനാളിൽ ദൈവം ന്യായം വിധിക്കും. അപ്പോൾ മനുഷ്യരിൽ രഹസ്യപാപങ്ങൾ വ്യക്തിപരമായി, അതായത് പുറമേയുള്ള പാപം നമുക്ക് നിർത്താം. ഹൃദയത്തിലുള്ള പാപം എങ്ങനെ നിർത്തും? അതിന് ജാതികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. ശരീരം കൊണ്ടുള്ള പാപം നമുക്ക് നിയന്ത്രിക്കാം, സാരമില്ല. എന്തെങ്കിലും കഠിന പ്രവൃത്തി ചെയ്തിട്ടായാലും നിയന്ത്രിക്കാം. എന്നാൽ കിനാവിലുള്ള പാപം ആര് നിർത്തും? അതിനാർക്ക് സാധിക്കും? അവിടെയാണ് മനുഷ്യൻ തോറ്റുപോകുന്നത്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സദാചാര ബോധത്താൽ ഏറ്റവും മാന്യന്മാരായിട്ടും ശ്രേഷ്ഠന്മാരായിട്ടും ജീവിക്കുന്ന അനേകരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായി, പുറമേ എല്ലാം ശരിയാ, വ്യക്തിപരമായിട്ട് അടുക്കുമ്പോൾ അവരെല്ലാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടവരാണ്. എന്തിന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകും. പാപത്തിന്റെ പ്രമാണം ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് രക്ഷിക്കപ്പെട്ട പ്രാണനെ മോഹം വിട്ട് പോരാടിക്കൊണ്ടിരിക്കും. മോഹം പാപമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ 3 കാര്യങ്ങൾ ഇട്ടുകൊണ്ട് സദാസമയം പോരാടിക്കൊണ്ടിരിക്കും. ഇതിൽ ചില കാര്യങ്ങളിൽ മനുഷ്യൻ വീണും പോകും. അത് രഹസ്യമായിട്ടിരിക്കും. ഈ രഹസ്യ പാപമാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മൂടുപടം നീങ്ങിക്കഴിഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു പ്രകാശിക്കും ഹൃദയത്തിൽ. ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുക.
ഈ പ്രകാശം ശത്രു കണ്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ മേൽ മൂടുപടം ഇട്ട് ദൈവപുത്രനെ അശേഷം പ്രകാശിക്കാതാക്കണം. അതിനുവേണ്ടി പ്രാരംഭമായി ചെയ്യുന്നതാണ് ഈ പോരാട്ടത്തിൽ കൂടി മനസ്സ് കീഴടക്കും. മനസ്സുകൊണ്ട് പാപം ചെയ്യും. ജഡം കൊണ്ട് പാപം ചെയ്തത് നമുക്ക് നിയന്ത്രിക്കാം. മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നത് എങ്ങനെ നിയന്ത്രിക്കും? മനസ്സുകൊണ്ട് പാപം ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, പിന്നെയോ കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തമായവ തന്നെ. അവയാൽ ഞങ്ങൾ വിചാരങ്ങളും സങ്കല്പങ്ങളും ഉയർച്ചകളും എന്ന സകലതിനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കി എന്ന് അതിൽ എഴുതിയിരിക്കാം. വിചാരങ്ങളുണ്ടാകും, സങ്കല്പങ്ങളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഈ ജഡത്തിൻ്റെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മനോവികാരങ്ങളിൽ കൂടി കടന്നു വരുന്നതാണ്. ഇങ്ങനെ കടന്നു വരുന്നതിനെ ആത്മാവിൻ്റെ ആയുധങ്ങളാൽ അതിനെ അമർത്തി, അത് ഉയർന്നു വരാതെ വേണം അതിനെ അമർത്തി, അതിനോട് പോരാടി അതിനെ ജയിക്കും. അതിനോട് തോറ്റു കഴിഞ്ഞാൽ രഹസ്യപാപം ഹൃദയം കൊണ്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. രഹസ്യപാപം ഹൃദയം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മുഖപ്രകാശത്തിന് ദോഷം വരും. പ്രകാശമില്ല. കണ്ണാടിയിൽ കരട് വന്നു കഴിഞ്ഞാൽ, കണ്ണാടി മുഷിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം, പക്ഷെ അത്ര പ്രകാശമില്ല, അത്ര പെർഫെക്റ്റ് അല്ല. എന്നാൽ മൂടുപടം വീണാൽ പിന്നെ പ്രതിഫലനമില്ല. പിന്നെ കാണുന്നത് മൂടുപടമാണ്. അത് നമ്മൾ വചനത്തിൽ നിന്ന് ശ്രദ്ധിച്ച് ഗ്രഹിച്ചു കൊള്ളണം. എൻ്റെ രഹസ്യപാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. രഹസ്യപാപം പ്രകാശത്തെ കെടുത്തുന്നു, ഹൃദയത്തിൽ നിന്നുള്ള വരുന്ന പ്രകാശത്തെ കെടുത്തുന്നു. പാപം, മനഃപൂർവ്വമുള്ള പാപം ഹൃദയത്തിൽ മൂടുപടം ഇടും. അതായത് പ്രതിഫലനം അശേഷം ഇല്ലാതാക്കും. മൂടുപടം വീണ ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മൂടുപടമായിരിക്കും. ഏത് മൂടുപടം? മൂടുപടം ഏതാ? അവൻ ചെയ്ത പാപം. എൻ്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ? എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. ദൈവം നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, ഹൃദയത്തെ കാണുന്നില്ല, മൂടുപടത്തെ കാണുന്നു, പാപത്തെ കാണുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. രഹസ്യപാവവും മനഃപൂർവ്വമുള്ള പാവവും. ഈ രണ്ട് പാപങ്ങൾ നിമിത്തം മനുഷ്യൻ ഇന്ന് വിശ്വാസ ലോകത്തിൽ നിൽക്കാൻ തന്നെ ഏറ്റവും പ്രയാസപ്പെടുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് ഇവൻ പ്രാർത്ഥിക്കുക, മൂടുപടം വീണ ഒരു ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കണം, എൻ്റെ വീഴ്ചകളും താഴ്ചകളും ക്ഷമിക്കണം, എന്നെ യഥാസ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ വചനം പറയുന്നത്, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ അകൃത്യം കരുതുന്നവൻ. രണ്ടാമത് 26-ാം സങ്കീർത്തനത്തിൽ, നിന്റെ സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകി. അപ്പൊ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകി അകൃത്യത്തെ നീക്കിയിട്ട് മാത്രമേ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവഭക്തനായിരുന്നു ദൈവേഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നുള്ളൂ.
അപ്പൊ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് എൻ്റെ രഹസ്യ പാപമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഒരു പാപം എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും വന്നുപോയി, മനസ്സോടെ ചെയ്തും വന്നുപോയി. മൂടുപടം വീണ്, പ്രകാശവും നഷ്ടപ്പെട്ടു, പ്രതിഫലനവും ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുക. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം എന്നിൽ പാവം കിടക്കുക. പാവമുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇതിന് ദൈവം വെച്ച വഴിയാണ് കൂട്ടുസഹോദരൻ. കൂട്ടുസഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പാപം അവനോട് അറിയിക്കും. കൂട്ടുകാരനോട് അവനെ വിളിച്ചതിന് ശേഷം, സഹോദര, സംഭവിച്ചു പോയി, വീഴ്ച വന്നുപോയി, താഴ്ച വന്നുപോയി, എൻ്റെ ഹൃദയം അത്രയും ഭക്ഷണം തെറ്റായി, എന്നിൽ നിന്ന് രഹസ്യ പാപവും മനഃപൂർവ്വമുള്ള പാപമല്ല വന്നുപോയി, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് അവൻ്റെലേക്ക് പകർന്നപ്പോൾ അവൻ ഹൃദയത്തിൽ അത് ധരിച്ചു. കൂട്ടു സഹോദരൻ അത് ഹൃദയത്തിൽ വെച്ചു. അതിനുശേഷം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ സഹോദരൻ അവന് രഹസ്യ പാപം, അവൻ പാപം ചെയ്ത് അവൻ്റെ ഹൃദയത്തിൽ മൂടുപടം വേണം, ഇന്ന് അവന് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ബന്ധനത്തിൽ. നീ അവൻ്റെ പാപം ക്ഷമിക്കും. അവൻ പാപം ക്ഷമിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുത്തരവാദിത്തങ്ങളാണ്, അത് ക്ഷമിച്ച്. ഇതാണ് ദൈവത്തിന്റെ വചനം വ്യവസ്ഥ പറയുന്നത്. ഒന്ന് യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. സഹോദരന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കാരണം അവൻ പാപം ചെയ്താണ്. അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ജീവിതത്തിൽ വീഴ്ച കിടക്കുന്നതുകൊണ്ട്, പാപം കിടക്കുന്നതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ശബ്ദം ഉണ്ടാവില്ല, സ്തോത്രത്തിന് സ്വരം ഉണ്ടാവില്ല, പ്രാർത്ഥന ശബ്ദം ദൈവസന്നിധിയിൽ എത്തില്ല. അതുകൊണ്ട് അവൻ കൂട്ടു സഹോദരനോട് ഈ വിഷയം പറഞ്ഞു. കൂട്ടു സഹോദരൻ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവം പാപം ക്ഷമിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വിഷയം പ്രാർത്ഥിച്ചു. ഇതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും, അപ്പോൾ കർത്താവ് ക്ഷമിക്കും, യഥാസ്ഥാനം തരും. തമ്മിൽ പറയണം. തമ്മിൽ പാപം ഏറ്റുപറഞ്ഞ്, സഹോദരന്റെ പാപം ഏറ്റുപറഞ്ഞു, അത് ഹൃദയത്തിൽ സ്വീകരിച്ചു, ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തു, ദൈവം രഹസ്യ പാപവും ക്ഷമിച്ചു, പാപവും ക്ഷമിച്ചു, മൂടുപടം നീക്കി, ജീവനെ നൽകി, യഥാസ്ഥാനപ്പെടുത്തി, സന്തോഷകരമായിട്ട് ജീവിതം നൽകുക. ഇതാര് കണ്ടുകൊണ്ടിരിക്കുക? ശത്രു കണ്ടുകൊണ്ടിരിക്കുക. കാരണം രഹസ്യപാപം കൊണ്ട് മുഖപ്രകാശത്തെയും കളഞ്ഞ്, പാപം കൊണ്ട് മൂടുപടമിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റി ഇവനെ കൊണ്ടുപോയതിന് ശേഷം ക്രിസ്തുവിൻ്റെ നാളിൽ ഇവൻ ന്യായം വിധിക്കപ്പെടാൻ തക്കവണ്ണം ഇവന്റെ പാപം രഹസ്യമാക്കി വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതുപോലെ, ബലപ്രയോഗത്താൽ എടുത്തതുപോലെ, ഈ സംവിധാനത്താൽ കൂട്ടു സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ച് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചു. ശത്രു സഹിക്കുമോ? ശത്രു സഹിക്കുന്നില്ല. ഇവിടെ ജയത്തിന് ഒരു വഴിയേ ഉള്ളൂ. കാരണം ഇത്രയും അധ്വാനിച്ചത് മുഴുവൻ വെറുതെ. ഇവനെ കൊണ്ട് ഹൃദയത്തിലെ രഹസ്യപാപം ചെയ്യിച്ചതും പാപം കൊണ്ട് മൂടുപടം ഇട്ടതും എല്ലാം തകർന്നു പോയി. കാരണം ദൈവം വെച്ച സംവിധാനം കൂട്ടവകാശിയോട് അത് ഏറ്റു പറഞ്ഞു. തമ്മിൽ ഹൃദയം കൊണ്ട് തമ്മിൽ ഹൃദയം പകർന്നു വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. എന്നാൽ അവന്റെ ലക്ഷ്യമെടുത്തതായി. ഇവിടെ ഒരു സംഭവം ഉണ്ടായത്,
ഇപ്പോൾ കൂട്ടുകാരൻ്റെ രഹസ്യം, അവൻ്റെ രഹസ്യപാപം, അവൻ്റെ പാപം, അവൻ്റെ ബലഹീനത, ഇതെല്ലാം കൂട്ടു സഹോദരന്റെ ഹൃദയത്തിലാണ്, തൻ്റെ കയ്യിൽ കിട്ടി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിൽ മറ്റൊരുത്തൻ്റെ രഹസ്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒന്നുകിൽ അവനെ അപമാനിക്കാം, ഏതെങ്കിലും സന്ദർഭത്തിൽ അവൻ തനിക്കെതിരെ വന്നാൽ അവനെതിരെ ഉപയോഗിക്കാം, അവനെതിരെ ഏഷണി പറയാം, ഏത് വിധേനയും അവനെ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം. ഒരു ഭീഷണി അങ്ങ് മുടക്കിയാൽ മതി. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയൊരു മുതലായിട്ട് അധികം പേരും കൂട്ടും. സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് അറിയാനും പാടില്ല, അറിയുകയുമില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ വഴക്ക് 25:9 നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കാം, എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവൻ ആത്മീയമായ താഴ്ച വന്നിരിക്കുമ്പോൾ അവൻ നിന്നോട് പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങളൊന്നും നീ വെളിപ്പെടുത്തരുത്, തീക്കളിയത്. എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് പറ. ഒരിക്കലും പ്രതികാരത്തിന് വേണ്ടിയിട്ടോ അവനെ അടിമയാക്കാനോ അവൻ്റെ മേൽ സ്വാധീനം ചെലുത്താനോ ഏഷണി പറയാനോ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദൈവസഭയെ ശത്രു പിടിക്കുന്ന, ശത്രു കീഴടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോൾ ശത്രുവിന് ഒരു തരത്തിലും അടുക്കാനോ ഒരു തരത്തിലും അവിടെ പ്രവേശിക്കാനോ സാധ്യമല്ലാത്ത തരത്തിൽ കോട്ട പോലെ അവർ നിൽക്കുകയാണ്. അതിനിടയിൽ കയറിപ്പറ്റാനുള്ള വഴിയായി അവൻ ചെയ്ത പ്രവൃത്തിയാണ്. ഒരിക്കലും അതിന് കീഴടങ്ങിപ്പോരും, ഒരിക്കലും. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, എത്രയോ കൂട്ടായ്മകൾ, എത്രയോ സഭകൾ ഈ ഒരൊറ്റ കാര്യം നിമിത്തം തകർന്ന് ഇല്ലാതെ പോയിരിക്കുന്നു. കാരണം എന്നെ ഒരാളൊന്ന് തല്ലിയാൽ സഹിക്കാം, എനിക്ക് നഷ്ടം വരുത്തിയാൽ അതും സഹിക്കാം, എല്ലാം സഹിക്കാം. എന്നാൽ എൻ്റെ രഹസ്യം, എൻ്റെ ബലഹീനത, അത് ഞാൻ എൻ്റെ സഹോദരനോട് ഏറ്റുപറഞ്ഞ് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് മുമ്പാകെ ക്രമീകരണം പ്രാപിച്ചത് അവൻ എടുത്തു പറയുന്നുവെങ്കിൽ അത് പിന്നെ ആ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യമെത്തിപ്പെടണമെങ്കിൽ ദൈവം വിചാരിക്കണം. അല്ലാതെ ആ പ്രശ്നം തീർന്നു പോവില്ല. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, വിശ്വസ്ത സാക്ഷി രഹസ്യം വെളിപ്പെടുത്തുകയില്ല. അവിടെ വാക്യത്തെ നമ്മൾ വായിച്ചത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. കാര്യം അത് മറച്ചു, കാക്കയൊക്കെ ശരിയാ, വഴക്കുണ്ടായെന്നിരിക്കാം, തല്ലിയെന്നിരിക്കാം, ഏത് തരത്തിലുള്ള ഉപദ്രവവും എന്നെ ചെയ്തെന്നിരിക്കാം, കാര്യം മറച്ചു വയ്ക്കും. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹോദരൻ, അവൻ്റെ ക്രമീകരണത്തിന് വേണ്ടി അവൻ്റെ രഹസ്യഭാവം, അവൻ്റെ ജീവിതത്തിൽ ഒന്നുപോയിട്ടുള്ള പിഴവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവനെ അപമാനിക്കാനോ അവനെ സ്വാധീനിക്കാനോ അവൻ്റെ മേൽ അധികാരം ചുമത്താനോ ഞാൻ ചെയ്യുകയില്ല.
വിശ്വസ്ത മാനസൻ ഈ കാര്യം മറച്ചു വയ്ക്കും, രഹസ്യം വെളിപ്പെടുത്തുകയില്ല. ഇത് സംഭവിച്ചാൽ, അതായത് എത്ര പീഡിപ്പിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും ഇവൻ ആ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ ആ സഭയാണ് ശത്രു തോറ്റ സഭ. ശത്രു അവിടെ പരിശ്രമിച്ചു, സാധിച്ചില്ല. ആ രഹസ്യം വെളിപ്പെടുത്താതെ സകലതും സഹിച്ച് ഏറ്റ അപമാനവും അടിയും നിന്നയും പരിഹാസവും എല്ലാം അനുഭവിച്ചിട്ടും കാര്യം മറച്ചു വെച്ച് രഹസ്യം വെളിപ്പെടുത്താതെ നിന്നവൻ ദൈവസഭയുടെ നെടുന്തൂണാണ്. കാരണം ദൈവത്തിന് മുമ്പാകെ അവൻ വിശ്വസ്തനാണ്. അവൻ രഹസ്യം വെളിപ്പെടുത്തുകയില്ല. ശത്രു അവന് മുമ്പിൽ തോറ്റു. മറിച്ച് സമയം വന്നപ്പോൾ അത് കാര്യസാധ്യത്തിനായിട്ടും സഹോദരന്റെ വിശ്വാസത്തിന്മേലും സഹോദരന്മേലും കർത്തൃത്വം നടത്തുവാനും അത് വെളിപ്പെടുത്തി അവനെ അപമാനിച്ച് അവനെ കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് പോലും അവന്റെ നിന്ന മാറിപ്പോവില്ല. മരിക്കുമ്പോഴും അവൻ ഓർക്കും, ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞല്ലോ, ഞാൻ ചെയ്യരുതാത്തത് ചെയ്തല്ലോ ദൈവമേ. എവിടെ നിന്ന് മാറി കിട്ടും? അവന്റെ നിന്ന മാറിപ്പോവുകയില്ലെന്ന്, അവന്റെ നിന്ന ഒരിക്കലും തീർന്നു പോവുകയില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ വിശ്വസ്തനായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരിക്കുമെന്ന് വന്നാലും വിശ്വസ്തത വിട്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല. ദൈവം മാനിക്കും, ആ ഫലം ദൈവം അനുഭവിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, നിത്യതയിൽ നാം ആ സന്തോഷവും സമാധാനവും പ്രതിഫലവും ധാരാളമായി അനുഭവിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.